മകയിര നക്ഷത്രക്കാരുടെ 90 വർഷത്തെ ജീവിതയാത്ര വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പ്രതീകമാണ്. മാൻ പേടയുടെ തല. ഒരു മാൻ എങ്ങനെയാണോ എപ്പോഴും ജാഗ്രതയോടെ പുതിയ പുൽനാമ്പുകൾ തേടി അലയുന്നത്, അതുപോലെ മകയിരം നക്ഷത്രക്കാരും ജീവിതകാലം മുഴുവൻ എന്തോ ഒന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. മകയിരം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ്. ഇതിന്റെ ദേവത ചന്ദ്രനുമാണ്. ചൊവ്വയുടെ വീര്യവും ചന്ദ്രന്റെ ചാഞ്ചല്യവും ഒത്തുചേരുന്ന ഈ നക്ഷത്രം അതീവ സങ്കീർണമാണ്. ഈ നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഇടവം രാശിയിലും ബാക്കി പകുതി മിഥുനം രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇടവം രാശിയിൽ വരുന്ന മകയിരം നക്ഷത്രക്കാർക്ക് ശുക്രന്റെ സ്വാധീനമുള്ളതുകൊണ്ട് അവർ കലകളിലും സൗന്ദര്യത്തിലും താല്പര്യമുള്ളവരായിരിക്കും. എന്നാൽ മിഥുനത്തിൽ വരുന്നവർക്ക് ബുധന്റെ സ്വാധീനമുള്ളതുകൊണ്ട് അവർ അതീവ ബുദ്ധിശാലികളും ആശയവിനിമയത്തിൽ മിടുക്കരുമായിരിക്കും. ഈ രാശി വ്യത്യാസം അവരുടെ ജീവിതത്തിന്റെ ഓരോ ദശയിലും വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. മകയിര നക്ഷത്രക്കാരുടെ ജീവിതം തുടങ്ങുന്നത് ചൊവ്വാദശയിലാണ്. രോഹിണിയിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ ജനിക്കുമ്പോൾ തന്നെ കയ്യിൽ ഒരു അഗ്നിയുമായാണ് വരുന്നത്. അവിടെ നിന്ന് രാഹുവിന്റെ മായയിലേക്കും വ്യാഴത്തിന്റെ ജ്ഞാനത്തിലേക്കും ശനിയുടെ പക്വതയിലേക്ക് നീളുന്ന ആ യാത്ര അതീവ രസകരമാണ്. സത്യം പറയട്ടെ, ഒരു മകയിരം നക്ഷത്രക്കാരനെ തളച്ചിടുക എന്നത് അസാധ്യമാണ്. അവർ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും, ചിന്തിച്ചുകൊണ്ടിരിക്കും. അവരുടെ മനസ്സ് ഒരിക്കലും വിശ്രമിക്കില്ല. അവർ എപ്പോഴാണ് സ്ഥിരത കണ്ടെത്തുന്നത്? എപ്പോഴാണ് അവരുടെ കരിയറും വിവാഹവും സംഭവിക്കുന്നത്? പണത്തിന്റെ കാര്യത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? മകയിര നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ജീവിതം ഒരു സമസ്യയായി തോന്നാം. പക്ഷേ ഓരോ ദശയും എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ ആ മാനായി തന്നെ നിങ്ങൾക്ക് വിജയത്തിന്റെ കൊടുമുടികൾ കീഴടക്കാം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ച ഒരാളുടെ ജീവിതയാത്ര ആരംഭിക്കുന്നത് അതിന്റെ അധിപനായ ചൊവ്വാദശയിലാണ്. ജനനം മുതൽ ഏകദേശം 7 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഈ കാലഘട്ടം ഒരു കുട്ടി എന്ന നിലയിൽ അവരുടെ വ്യക്തിത്വത്തിന്റെ ആഴത്തിലുള്ള വിത്തുകൾ പാകുന്ന സമയമാണ്. ഒരു പഴയ ജ്യോതിഷിയുടെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, രോഹിണി നക്ഷത്രക്കാർ ചന്ദ്രന്റെ ലാളനയിൽ ജനിക്കുമ്പോൾ മകയിരം നക്ഷത്രക്കാർ ചൊവ്വയുടെ വീര്യത്തിലാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ ശൈശവത്തിൽ തന്നെ അതീവ ഊർജ്ജസ്വലരും എന്തിലും ഏതിലും കൗതുകം പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും. മകയിരത്തിന്റെ പ്രതീകമായ മാനിനെ പോലെ ഈ പ്രായത്തിൽ ഇവർ ഒരിടത്തും അടങ്ങിയിരിക്കില്ല. എല്ലാ കാര്യങ്ങളിലും തൊട്ടും പിടിച്ചും അറിയാനുള്ള ഒരു വാശി ഇവർക്കുണ്ടാകും. ചൊവ്വയുടെ സ്വാധീനം കാരണം ഈ കുട്ടികൾക്ക് അല്പം മുൻകോപം കൂടുതലായിരിക്കും. വിചാരിച്ച കാര്യം ഉടൻ നടന്നില്ലെങ്കിൽ ഇവർ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്നാൽ ഇതേ ചൊവ്വ തന്നെ ഇവർക്ക് ആത്മവിശ്വാസവും പേടിയില്ലാത്ത സ്വഭാവവും നൽകുന്നു. ഈ 7 വർഷത്തിനിടയിൽ മകയിരം നക്ഷത്രക്കാർ സ്വന്തം കഴിവുകൾ പരീക്ഷിക്കാനും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും ശ്രമിച്ചുകൊണ്ടിരിക്കും. അക്ഷരമുറ്റത്തേക്കുള്ള ഇവരുടെ പ്രവേശനം വളരെ വേഗത്തിലായിരിക്കും. കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവ് ചൊവ്വാദശ ഇവർക്ക് നൽകുന്നുണ്ട്. എന്നാൽ ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇവർക്ക് ഈ പ്രായത്തിൽ അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഈ സമയത്ത് ഇവർക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാകും. അതെന്താണ്, ഇതെന്താണ് എന്ന ചോദ്യങ്ങൾ കൊണ്ട് ഇവർ മുതിർന്നവരെ ബുദ്ധിമുട്ടിച്ചേക്കാം. ഈ ചോദ്യങ്ങളാണ് പിൽക്കാലത്ത് ഇവരെ വലിയ ഗവേഷകരോ ചിന്തകരോ ഒക്കെ ആക്കി മാറ്റുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. മകയിരം 1ഉം 2ഉം പാദങ്ങൾ ഇടവം രാശിയിലാണ്. ഈ പാദങ്ങളിൽ ജനിച്ച കുട്ടികൾക്ക് ചൊവ്വയുടെ വീര്യത്തോടൊപ്പം ശുക്രന്റെ സൗന്ദര്യബോധം കൂടിയുണ്ടാകും. അവർ കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും തിരഞ്ഞെടുക്കുന്നതിൽ പോലും ഒരു പ്രത്യേക താല്പര്യം കാണിക്കും. എന്നാൽ 3ഉം 4ഉം പാദങ്ങൾ മിഥുനം രാശിയിലാണ് വരുന്നത്. ഈ കുട്ടികൾക്ക് ബുധന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് സംസാരശേഷി വളരെ നേരത്തെ തന്നെ ലഭിക്കും. അവർ കാര്യങ്ങൾ യുക്തിപൂർവം സംസാരിക്കാൻ ശ്രമിക്കും. ആരോഗ്യപരമായി നോക്കിയാൽ ചൊവ്വാദശയിൽ ജനിക്കുന്ന ഈ കുട്ടികൾക്ക് വീഴ്ചകൾ, മുറിവുകൾ അല്ലെങ്കിൽ ശരീരത്തിൽ ചെറിയ പാടുകൾ വരാൻ സാധ്യതയുണ്ട്. രക്തസംബന്ധമായ ചെറിയ അസ്വസ്ഥതകളോ ചൂട് സംബന്ധമായ അസുഖങ്ങളോ കണ്ടേക്കാം. കുടുംബപരമായി നോക്കിയാൽ ഈ കുട്ടി ജനിക്കുന്നതോടെ പിതാവിനോ കുടുംബത്തിനോ ഭൂമി സംബന്ധമായ നേട്ടങ്ങളോ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ 7 വർഷത്തെ തീക്ഷ്ണമായ ചൊവ്വാദശ കഴിയുമ്പോഴാണ് മകയിരം നക്ഷത്രക്കാർ 18 വർഷം നീണ്ടു നിൽക്കുന്ന രാഹുദശയിലേക്ക് പ്രവേശിക്കുന്നത്.
മകയിരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണവും എന്നാൽ അതിനിർണായകവുമായ 18 വർഷങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടക്കുന്നത്. അതായത് രാഹുദശ. ഏകദേശം 7 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടത്തിലാണ് ഒരാളുടെ വിദ്യാഭ്യാസവും വ്യക്തിത്വ രൂപീകരണവും കരിയറിന്റെ പ്രാരംഭഘട്ടവും ആരംഭിക്കുന്നത്. ഒരു ജ്യോതിഷിയുടെ കണ്ണിലൂടെ നോക്കിയാൽ മകയിരത്തിന്റെ അന്വേഷണം എന്ന സ്വഭാവം രാഹുവിന്റെ മായയുമായി ചേരുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങളാണ് സംഭവിക്കുക. ഇവിടെയാണ് നമ്മൾ ഇടവം രാശിയിൽ ജനിച്ചവരും മിഥുനം രാശിയിൽ ജനിച്ചവരും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഇടവം രാശിയിൽ ജനിച്ച മകയിരം നക്ഷത്രക്കാർക്ക് ശുക്രന്റെ സ്വാധീനം രാഹുദശയിൽ നീളിക്കും. ഇവർക്ക് ഭൗതിക സുഖങ്ങളോടും ആഡംബരങ്ങളോടുമായിരിക്കും കൂടുതൽ താല്പര്യം. രാഹു ഇവരെ കല, സിനിമ, സംഗീതം അല്ലെങ്കിൽ ഡിസൈനിങ് തുടങ്ങിയ ലോകത്തേക്ക് ആകർഷിക്കും. മനോഹരമായി വസ്ത്രം ധരിക്കാനും മറ്റുള്ളവരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാനും ഇവർ ആഗ്രഹിക്കും. പ്രായോഗികമായ അറിവിനേക്കാൾ ക്രിയാത്മകമായ മേഖലകളിൽ ഇവർ ശോഭിക്കും. രാഹുദശയിൽ ഇവർക്ക് പെട്ടെന്ന് പ്രശസ്തി ലഭിക്കാൻ സാധ്യതയുണ്ട്. പണം സമ്പാദിക്കാനുള്ള പുതിയ വഴികൾ ഇവർ കണ്ടെത്തും. അമിതമായ സുഖലോലുപതയും വികാരങ്ങൾക്ക് അടിമപ്പെടുന്നതും പഠനത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കാം. മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ബുധന്റെ സ്വാധീനമാണ് രാഹുദശയിൽ പ്രകടമാവുക. ഇവർ അതീവ ബുദ്ധിശാലികളായിരിക്കും. വിവരസാങ്കേതിക വിദ്യ, അതായത് IT മേഖല, ആശയവിനിമയം, വിദേശ ഭാഷകൾ എന്നിവയിൽ രാഹു ഇവരെ അത്ഭുതകരമായ വളർച്ചയിലേക്ക് നയിക്കും. മകയിരത്തിന്റെ അന്വേഷണ ബുദ്ധി ബുധന്റെ ശക്തിയുമായി, ബുധന്റെ യുക്തിയുമായി ചേരുമ്പോൾ ഇവർ വലിയ വായനക്കാരും ചിന്തകരുമാകും. ഗവേഷണം, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, പത്രപ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ ഇവർ തിളങ്ങും. രാഹുദശയിൽ ഇവർക്ക് വിദേശയാത്രകൾക്കോ വിദേശത്ത് താമസിക്കാനോ ഉള്ള യോഗം വളരെ കൂടുതലാണ്. അമിതമായ ചിന്ത കാരണം ഉറക്കമില്ലായ്മയോ നാഡീ സംബന്ധമായ അസ്വസ്ഥതകളോ ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം. മകയിരം നക്ഷത്രക്കാരുടെ മാൻ സ്വഭാവം രാഹുദശയിൽ ഒരു തരം പരവേശമായി മാറും. പലപ്പോഴും എവിടെയോ ഓടിയെത്തണം, എന്തോ ഒന്ന് നേടണം എന്ന തോന്നൽ ഇവരെ അസ്വസ്ഥരാക്കും. ഈ ദശയുടെ അവസാന ഘട്ടത്തിൽ ഒരു 22-25 വയസ്സിൽ വിവാഹാലോചനകൾ വന്നേക്കാം. മകയിരം നക്ഷത്രക്കാർ പലപ്പോഴും പ്രണയവിവാഹങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഈ രാഹുദശയുടെ സ്വാധീനത്തിലാണ്. പക്ഷേ രാഹു ഭ്രമങ്ങളുടെ കാരകനായതുകൊണ്ട് പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ജാഗ്രത വേണം. താൻ ആരാണ്, തന്റെ ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ച് വലിയ ആശയക്കുഴപ്പങ്ങൾ ഈ പ്രായത്തിൽ ഇവർക്കുണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെടാൻ സാധ്യതയുള്ള കാലമാണിത്. രാഹുദശയിലെ ഈ അലച്ചിൽ കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ സർപ്പദൈവങ്ങളെ ഭജിക്കുന്നതും നാഗരാജാവിന് 100 പാലും സമർപ്പിക്കുന്നതും ഉത്തമമാണ്. മിഥുനം രാശിക്കാർ ബുധനാഴ്ചകളിൽ വിഷ്ണുവിനെ ഭജിക്കുന്നത് ബുദ്ധിക്ക് കൂടുതൽ തെളിച്ചം നൽകും. മായയുടെയും അലച്ചിലുകളുടെയും രാഹുദശ കടന്നുപോയി മകയിര നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തുലിതവും ഐശ്വര്യപൂർണവുമായ വ്യാഴദശയിലേക്ക് പ്രവേശിക്കുന്നു. ഏകദേശം 25 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള ഈ 16 വർഷം നിങ്ങളുടെ ജീവിതത്തിലെ സ്ഥിരതയുടെ കാലമാണ്. മകയിരത്തിന്റെ അന്വേഷണത്വരയ്ക്ക് ഒരു ലക്ഷ്യബോധം ലഭിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ഇവിടെയും ഇടവം മിഥുനം രാശിക്കാർ തമ്മിൽ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ പ്രകടമാകും. ശുക്രന്റെ രാശിയിൽ നിൽക്കുന്ന മകയിരം നക്ഷത്രക്കാർക്ക് വ്യാഴദശ ഭൗതികമായ ഉന്നതിയാണ് നിൽക്കുന്നത്. അതായത് ഇടവം രാശിയിലുള്ളവർ. രാഹുദശയിൽ ഉണ്ടായിരുന്ന ആഡംബര ഭ്രമം മാറി കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിത്വമായി നിങ്ങൾ മാറും. സൗമ്യമായ സംസാരവും പക്വമായ പെരുമാറ്റവും മറ്റുള്ളവരുടെ ബഹുമാനം നേടിത്തരും. ഈ സമയത്ത് നിങ്ങൾ ഒരു വീട് പണിയുകയോ വാഹനം വാങ്ങുകയോ ചെയ്യും. സാമ്പത്തികമായി വലിയ ബാധ്യതകളില്ലാതെ മുന്നോട്ടു പോകാൻ വ്യാഴം സഹായിക്കും. ബാങ്കിംഗ്, ഫിനാൻസ് അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ വിവാഹ ജീവിതം ഏറ്റവും സന്തോഷകരമായി മുന്നോട്ടു പോകുന്നത് ഈ സമയത്താണ്. പങ്കാളിയോട് അതീവ സ്നേഹവും വിശ്വസ്തതയും പുലർത്തുന്നവരായിരിക്കും നിങ്ങൾ. മിഥുനം രാശിയിൽ ജനിച്ചവർ ബുധന്റെ രാശിയിൽ നിൽക്കുന്ന മകയിരം നക്ഷത്രക്കാർക്ക് വ്യാഴദശ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും കാലമാണ്. മകയിരത്തിന്റെ ബുദ്ധിശക്തി വ്യാഴത്തിന്റെ വിവേകവുമായി ചേരുമ്പോൾ നിങ്ങൾ ഒരു ഉപദേശി അല്ലെങ്കിൽ വഴികാട്ടി എന്ന നിലയിലേക്ക് വളരും. തത്വചിന്തയോടും ആത്മീയതയോടും നിങ്ങൾക്ക് താല്പര്യം കൂടും.
അധ്യാപനം, നിയമം, കൺസൾട്ടൻസി അല്ലെങ്കിൽ എഴുത്ത് എന്നീ മേഖലകളിൽ നിങ്ങൾ തിളങ്ങും. പണത്തേക്കാൾ കൂടുതൽ പേരും പ്രശസ്തിയും നേടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുക. എങ്കിലും സാമ്പത്തികമായി ഒരു കുറവും വ്യാഴം വരുത്തില്ല. ബുദ്ധിപരമായ പൊരുത്തമുള്ള ഒരു പങ്കാളിയെ നിങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും. ദാമ്പത്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും വിവേകപൂർവ്വം അവ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മകീര നക്ഷത്രക്കാരുടെ കരിയറിലെ ഏറ്റവും വലിയ ഉയർച്ചകൾ ഈ 16 വർഷത്തിനിടയിലാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്തോ അല്ലെങ്കിൽ സ്വന്തം സംരംഭത്തിന്റെ ഉടമയോ ആയി മാറും. വലിയ സമരങ്ങൾ ഈ ദശയിൽ ഉണ്ടാകില്ല. എങ്കിലും എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന ആഴത്തിലുള്ള അന്വേഷണം നിങ്ങളിൽ തുടരും. മകയിരം എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്ന ആ മാൻ വ്യാഴദശയിൽ സമാധാനമായി ഒരിടത്ത് വിശ്രമിക്കാൻ പഠിക്കും. കുട്ടികളുടെ ജനനം, അവരുടെ വളർച്ച എന്നിവയിൽ നിങ്ങൾ വലിയ സംതൃപ്തി കണ്ടെത്തും. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിൽ നിങ്ങൾ വിജയിക്കും. വ്യാഴദശയുടെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ പാവപ്പെട്ടവർക്ക് മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുകയോ ചെയ്യുന്നത് അതീവ ഉത്തമമാണ്. നിങ്ങളുടെ ഗുരുക്കന്മാരെയോ അധ്യാപകരെയോ ബഹുമാനിക്കുന്നത് വഴി ഭാഗ്യം കൂടെ നിൽക്കും. ഈ സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കാലഘട്ടത്തിന് ശേഷം നിങ്ങളെ കർമ്മത്തിന്റെ കയ്പുനീരും കഠിന പാഠങ്ങളും പഠിപ്പിക്കാൻ ശനിദശ കടന്നുവരുന്നു. ജീവിതത്തിന്റെ മധ്യവയസ്സിൽ, അതായത് 41 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള 19 വർഷക്കാലം മകയിരം നക്ഷത്രക്കാർ കടന്നു പോകുന്നത് ശനിദശയിലൂടെയാണ്. മകയിരത്തിന്റെ അന്വേഷണത്വരയെ ശനി അച്ചടക്കം കൊണ്ട് പൂട്ടുന്ന സമയമാണിത്. ഇതുവരെ ഓടിക്കൊണ്ടിരുന്ന മാൻപേട ഇപ്പോൾ കഠിനമായ പാതകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു. ഇവിടെയും ഇടവം, മിഥുനം രാശിക്കാർ അനുഭവിക്കുന്ന ഫലങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഇടവം രാശിയെ സംബന്ധിച്ച് ശനി ഒരു യോഗകാരകനാണ്. അതായത് ഈ 19 വർഷം നിങ്ങൾക്ക് കഠിനമാണെങ്കിലും വലിയ നേട്ടങ്ങൾ നൽകുന്നവയാണ്. ഈ പ്രായത്തിൽ നിങ്ങൾ ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം വൈകിയാണെങ്കിലും ലഭിക്കും. സ്വന്തമായി വസ്തുവകകൾ വാങ്ങാനും കൃഷിയിലോ നിർമ്മാണ മേഖലയിലോ നിക്ഷേപിക്കാനും ശനി നിങ്ങളെ സഹായിക്കും. നിങ്ങൾ കൂടുതൽ പ്രായോഗികവാദിയായി മാറും. വൈകാരികതയേക്കാൾ യുക്തിക്ക് പ്രാധാന്യം നൽകും. കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും ചുമലിലേറ്റേണ്ടി വരുമെങ്കിലും അത് സന്തോഷത്തോടെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. മിഥുനം രാശിയിൽ വരുന്നവർ, മിഥുനത്തെ സംബന്ധിച്ച് ശനി 8-9 അധിപനാണ്. ഇത് അല്പം അഷ്ടമശനിയുടെ ഫലങ്ങൾ ദശയിലുടനീളം കൊണ്ടുവന്നേക്കാം. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ മാറ്റങ്ങളോ ഉണ്ടായേക്കാം. കഠിനമായി അധ്വാനിച്ചാലും അധികാരം ലഭിക്കാൻ വൈകും. സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ജാഗ്രത വേണം. ആരെയും വിശ്വസിച്ച് ജാമ്യം നിൽക്കരുത്. ആന്തരികമായ സംഘർഷം ഈ പാദക്കാർക്ക് കൂടുതലായിരിക്കും. മകയിരത്തിന്റെ സ്വതവേയുള്ള ചഞ്ചലത ശനിയുടെ മന്ദതയുമായി കൂട്ടിമുട്ടുമ്പോൾ ഒരുതരം പെട്ടുപോയ അവസ്ഥ അനുഭവപ്പെടാം. ഇത് നിങ്ങളെ കഠിനമായ ആത്മീയതയിലേക്കോ ഏകാന്തതയിലേക്കോ നയിക്കും. ഈ 19 വർഷത്തെ പൊതുവായ വിശകലനം 2 രാശിക്കാരുടെയും നോക്കുകയാണെങ്കിൽ, മക്കളുടെ ഉന്നമനത്തിനായി നിങ്ങൾ അഹോരാത്രം പണിയെടുക്കുന്ന സമയമാണിത്. ദാമ്പത്യത്തിൽ ചെറിയ വിരസത അനുഭവപ്പെട്ടേക്കാം. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ സ്നേഹത്തേക്കാൾ കടമകൾക്ക് പ്രാധാന്യം ലഭിക്കും. ശനിദശയിൽ പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. മകീര നക്ഷത്രക്കാർക്ക് ശനിദശയിൽ സന്ധിവേദന, എല്ലുകൾക്ക് ബലക്ഷയം, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ വരാം. വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും ഈ ഘട്ടത്തിൽ അത്യാവശ്യമാണ്. എന്തിനാണ് ഇത്രയും ഓടുന്നത് എന്ന മകയിരത്തിന്റെ സ്ഥിരം ചോദ്യത്തിന് ശനി നൽകുന്ന മറുപടി കർമ്മം എന്നാണ്. ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. ശനിദശയുടെ കാഠിന്യം കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നീരാഞ്ജനം വഴിപാട് കഴിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്. ഹനുമാൻ ചാലീസ ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. പാവപ്പെട്ടവർക്കും കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾക്കും ഭക്ഷണം നൽകുന്നത് ശനിയെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും നല്ല വഴിയാണ്. ഈ കഠിനമായ 19 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ 60കളിൽ മനസ്സിനെ വീണ്ടും തെളിച്ചമുള്ളതാക്കാൻ ബുധദശ കടന്നുവരുന്നു. ശനിദശയുടെ കഠിനമായ പരീക്ഷണങ്ങൾക്കും
ഉത്തരവാദിത്തങ്ങൾക്കും ശേഷം മകേരം നക്ഷത്രക്കാർ തങ്ങളുടെ 60കളിൽ പ്രവേശിക്കുന്നത് 17 വർഷം നീണ്ടു നിൽക്കുന്ന ബുധദശയിലേക്കാണ്. ഏകദേശം 60 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടം രണ്ടാം ജന്മം പോലെയാണ്. മകേരത്തിന്റെ അന്വേഷണ ബുദ്ധിക്ക് ബുധൻ വല്ലാത്തൊരു തെളിച്ചു നൽകുന്ന സമയമാണിത്. ഇവിടെയും ഇടവം മിഥുനം രാശിക്കാർ തമ്മിലുള്ള വ്യത്യാസം അതീവ രസകരമാണ്. ഇടവം രാശിക്കാർക്ക് ബുധൻ 2, 5 അധിപനാണ്. അതുകൊണ്ട് ഈ ദശ നിങ്ങൾക്ക് വലിയ മാനസിക സംതൃപ്തി നൽകും. ശനിദശയിലെ ഗൗരവം മാറി നിങ്ങൾ വീണ്ടും കുട്ടികളെ പോലെ സംസാരിക്കാനും ചിരിക്കാനും തുടങ്ങും. പേരക്കുട്ടികളുമായി സമയം ചെലവഴിക്കാനും അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാനും നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടും. ബുദ്ധിപരമായ വിനോദങ്ങളിലും വായനയിലും നിങ്ങൾ സമയം കണ്ടെത്തും. പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ കുടുംബ സ്വത്തിൽ നിന്നോ ഉള്ള ലാഭം ഈ സമയത്ത് നിങ്ങളെ തേടിയെത്തും. സാമ്പത്തികമായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരില്ല. മിഥുനം രാശിക്കാർക്ക് ബുധൻ ലഗ്നാധിപനും സുഖാധിപനുമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയങ്ങളിൽ ഒന്നായിരിക്കും. എഴുത്ത്, പ്രസംഗം അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നിവയിൽ നിങ്ങൾ സജീവമാകും. മകീരത്തിന്റെ തനതായ കൗതുകം അതിന്റെ പൂർണ്ണരൂപത്തിൽ പുറത്തുവരും. ഈ പ്രായത്തിലും നിങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യകൾ കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്ക് കാണിക്കും. നാഡീ സംബന്ധമായ ചെറിയ അസ്വസ്ഥതകളോ ചർമ്മരോഗങ്ങളോ കണ്ടേക്കാം. എങ്കിലും മനസ്സിന്റെ കരുത്തുകൊണ്ട് നിങ്ങൾ അവയെ മറികടക്കും. ഈ 17 വർഷത്തെ പൊതുവായ വിശകലനം പറയുകയാണെങ്കിൽ മകീരം നക്ഷത്രത്തിന്റെ ആജീവനാന്ത തിരച്ചിൽ ഈ ബുധദശയിൽ ഒരു ജ്ഞാനമായി മാറും. നിങ്ങളൊരു ആത്മീയ ഗുരുവായോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു പ്രധാന ഉപദേശിയായോ മാറും. തീർത്ഥാടനങ്ങൾക്കും വിനോദയാത്രകൾക്കും ഈ സമയത്ത് ധാരാളം അവസരങ്ങൾ ലഭിക്കും. മകീരത്തിന്റെ മാൻ സ്വഭാവം ഈ പ്രായത്തിലും നിങ്ങളെ വീട്ടിൽ അടങ്ങിയിരിക്കാൻ സമ്മതിക്കില്ല. മക്കളുമായുള്ള ബന്ധം സുഹൃത്ത് ബന്ധം പോലെയായി മാറും. മക്കൾക്കും മരുമക്കൾക്കും ബുദ്ധിപരമായ ഉപദേശങ്ങൾ നൽകി നിങ്ങൾ കുടുംബത്തിന്റെ നട്ടെല്ലായി തുടരും. ബുധദശയുടെ ഗുണഫലങ്ങൾക്കായി ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഗുണകരമാണ്. പക്ഷികൾക്ക് തീറ്റ നൽകുന്നതും സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതും ബുധപ്രീതിക്ക് സഹായിക്കും. ഈ സന്തോഷകരമായ ബുധദശയ്ക്ക് ശേഷം ആത്മീയമായ പൂർണ്ണതയ്ക്കായി കേതുദശ കടന്നുവരുന്നു. ബുധദശയുടെ അറിവുകൾക്കും സംസാരങ്ങൾക്കും ശേഷം മകീരം നക്ഷത്രക്കാർ തങ്ങളുടെ 70കളുടെ അവസാനത്തിൽ, അതായത് ഏകദേശം 77 വയസ്സ് മുതൽ 84 വയസ്സ് വരെ 7 വർഷം നീണ്ടു നിൽക്കുന്ന കേതുദശയിലേക്കാണ് പ്രവേശിക്കുന്നത്. ജീവിതം ഒരു പൂർണ്ണ വൃത്തം പൂർത്തിയാക്കുന്ന ഘട്ടമാണിത്. ഇത്രയും കാലം പുറം ലോകത്ത് എന്തൊക്കെയോ തിരഞ്ഞു നടന്ന മകീരത്തിന്റെ മാൻ ഒടുവിൽ തന്റെ ഉള്ളിലേക്ക് തന്നെ നോക്കിത്തുടങ്ങുന്ന സമയമാണിത്. കേതു മോക്ഷകാരകനാണ്. ഈ ദശയിൽ ഇടവം മിഥുനം രാശിക്കാർ അനുഭവിക്കുന്ന മാറ്റങ്ങൾ ഇപ്രകാരമാണ്. ഇടവം രാശിയിലുള്ളവർ ഭൗതിക സുഖങ്ങളോടുള്ള താല്പര്യം പൂർണ്ണമായും കുറയും. ഇതുവരെ ഉണ്ടാക്കിയ സമ്പത്തിനോടോ വീടിനോടോ ഉള്ള മമത മാറി ഒരു തരം വൈരാഗ്യം നിങ്ങളിൽ ഉടലെടുക്കും. കുടുംബാംഗങ്ങൾക്കിടയിൽ ഇരുന്നാലും നിങ്ങൾ തനിയായിരിക്കാൻ ആഗ്രഹിക്കും. പ്രാർത്ഥനകളിലും ധ്യാനത്തിലും നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ വലിയ സംതൃപ്തി കണ്ടെത്തും. ഇനി മിഥുനം രാശിയിലുള്ളവർ, മിഥുനത്തിലെ കേതു നിങ്ങളെ അതീവ ചിന്താശീലനാക്കും. നിഗൂഢ ശാസ്ത്രങ്ങളോടോ മരണാനന്തര ജീവിതങ്ങളെക്കുറിച്ചുള്ള അറിവുകളോടോ നിങ്ങൾക്ക് താല്പര്യം തോന്നും. ശാരീരികമായ അവശതകളേക്കാൾ ഉപരിയായി ആത്മീയമായ ഒരു ഉണർവ് ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉറക്കക്കുറവോ അനുഭവപ്പെട്ടേക്കാം. മനസ്സിനെ ശാന്തമാക്കാൻ യോഗയോ പ്രാണായാമമോ ഈ ഘട്ടത്തിൽ അത്യാവശ്യമാണ്. ഈ 7 വർഷത്തെ പൊതുവായ വിശകലനം നോക്കിയാൽ മകീരം നക്ഷത്രത്തിന്റെ യാത്ര ഇവിടെ ഒരു വലിയ തിരിച്ചറിവിൽ എത്തുന്നു. ഞാൻ തേടിക്കൊണ്ടിരുന്നത് എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന പരമമായ സത്യം നിങ്ങൾ തിരിച്ചറിയും. കൊച്ചുമക്കളുമായും അടുത്ത ബന്ധുക്കളുമായുമുള്ള ഒരു ബന്ധം ഒരു സാക്ഷിയെ പോലെ നിങ്ങൾ നോക്കിക്കാണും. അനാവശ്യമായ ഇടപെടലുകൾ ഒഴിവാക്കി മനസമാധാനത്തോടെ ഇരിക്കാൻ നിങ്ങൾ പഠിക്കും. ചർമ്മസംബന്ധമായ അസ്വസ്ഥതകളോ കാലുകൾക്ക് ബലക്കുറവോ വന്നേക്കാം. എങ്കിലും ആത്മബലം കൊണ്ട് നിങ്ങൾ ഇതിനെ നേരിടും. പരിഹാരമായി കേതുദശയിലെ മാനസിക അസ്വസ്ഥതകൾ മാറാൻ ഗണപതി ഭഗവാനെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ദിവസവും ഗണപതി അഥർവശീർഷം കേൾക്കുന്നതോ
കറുകഹോമം നടത്തുന്നതോ ഗുണകരമാണ്. തെരുവ് നായ്കൾക്ക് ഭക്ഷണം നൽകുന്നത് കേതുപ്രീതിക്ക് സഹായകരമാകും. കേതുദശയുടെ വിരക്തിക്ക് ശേഷം മകയിരം നക്ഷത്രക്കാർ തങ്ങളുടെ 84-ാം വയസ്സിൽ ശുക്രദശയിലേക്ക് പ്രവേശിക്കുന്നു. ജ്യോതിഷത്തിൽ ഇതിനെ സഹസ്രചന്ദ്രദർശനം കഴിഞ്ഞുള്ള കാലഘട്ടം എന്ന് വിളിക്കുന്നു. ഇത് അതീവ ഭാഗ്യകരമായ ഒരു സമയമാണ്. ജീവിതത്തിന്റെ സായന്തനത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും സ്നേഹത്തോടും കൂടി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തി എന്ന നിലയിൽ വലിയ ആദരവ് ലഭിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്: മകയിരം എന്നത് വെറുമൊരു നക്ഷത്രമല്ല. അത് മനുഷ്യന്റെ അവസാനിക്കാത്ത ജിജ്ഞാസയുടെയും അന്വേഷണത്തിന്റെയും അടയാളമാണ്. ചൊവ്വയുടെ വീര്യത്തിൽ തുടങ്ങി രാഹുവിന്റെ മായയിലൂടെയും വ്യാഴത്തിന്റെ ജ്ഞാനത്തിലൂടെയും ശനിയുടെ കഠിനമായ പാഠങ്ങളിലൂടെയും കടന്നുപോയി ഒടുവിൽ ബുധന്റെ വിവേകത്തിലും കേതുവിന്റെ മോക്ഷത്തിലും എത്തി നിൽക്കുന്ന ഈ യാത്ര അതീവധന്യമാണ്. ജീവിതം ഒരു മാനിനെ പോലെ ഓടിത്തീർക്കാനുള്ളതല്ല, മറിച്ച് ഓരോ ചുവടിലും പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തൊട്ടറിയാനുള്ളതാണ്. നിങ്ങൾ ഇടവം രാശിക്കാരാകട്ടെ അല്ലെങ്കിൽ മിഥുനം രാശിക്കാരാകട്ടെ, ഈ ദശകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന മാറ്റങ്ങളെ ഭയപ്പെടാതെ അവയെ തിരിച്ചറിവുകളായി സ്വീകരിക്കുക. ഈ ചർച്ചയിൽ നമ്മൾ പങ്കുവച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വഴികാട്ടിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദശയും ഐശ്വര്യപൂർണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.